ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കവേ രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ തുടരുന്നു. രാഹുലിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമി, ഇപ്പം രാഹുൽ അടൂരിലെ നെല്ലിമുകളുള്ള വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പാലക്കാടേക്ക് തിരിക്കുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. രാഹുൽ എന്തായാലും ഒരു കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം പരിഗണിക്കുന്നത് കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ കേസിൽ രാഹുലിനെ സംബന്ധിച്ചോളം ആശ്വാസകരമായ വിധിയാണ് വന്നിരിക്കുന്നത്. മറ്റൊരു കേസിൽ ഇനിയും വിധി വരാനുണ്ട്. രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് എന്തായാലും രാഹുൽ നിലവിൽ ഒളിവിലല്ല. രാഹുൽ രാവിലെ പുറത്തെത്തുകയും മാധ്യമങ്ങളോട് സൗഹൃദ സംഭാഷണങ്ങളൊക്കെ മാധ്യമങ്ങളോട് നടത്തുകയും രാഹുൽ ചെയ്തിരുന്നു. പരസ്യമായി മാധ്യമപ്രവർത്തകർ വാർത്താ സമ്മേളനം നടത്തി സൗഹൃദ സംഭാഷണത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്ത വ്യക്തി കൂടിയാണ്. രാവിലെ ചില സ്വകാര്യ ആവശ്യങ്ങൾക്കൊക്കെ പുറത്തു പോവുകയും ചെയ്തിരുന്നു. എന്നാൽ രാഹുൽ ഉച്ച കഴിഞ്ഞ് പാലക്കാടേക്ക് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പോലീസിൻ്റെ നിരീക്ഷണം ഇപ്പോൾ രാഹുലിന് വീടിൻ്റെ മുമ്പിലുണ്ട്, പോലീസുണ്ട്. തീർച്ചയായിട്ടും ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയാണെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും രാഹുൽ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ രാഹുലിനോട് പ്രത്യേക അന്വേഷണ സംഘം ഹാജരാകാനോ അതല്ല ചോദ്യം ചെയ്യലിന് തിരുവനന്തപുരത്തേക്ക് എത്താൻ അറിയിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നീട് അറിയിക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഇപ്പോൾ വീട്ടിൽ തുടരുകയാണ്. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പാലക്കാടേക്ക് തിരിക്കാനും സാധ്യതയുണ്ടാകും. ഷമീം, സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.